അല്ല, ഇപ്പോൾ ഇവിടുത്തെ ഈ പീച്ചി മേഖലയിൽ ഇക്കോ ടൂറിസം ഡിവിഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ച ഈ പദ്ധതി ഇപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. 13-ാം തീയതി എന്നാലും മന്ത്രിയുടെ അനുവാദത്തോടു കൂടി കഴിഞ്ഞ 13-ാം തീയതി മുതൽ പതുക്കെ ഒന്ന് ട്രയൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ട്രയൽ ആരംഭിച്ചപ്പോൾ തന്നെ ഇപ്പോൾ കുട്ടവഞ്ചി തുഴച്ചിലുകാർ പറഞ്ഞത് ഞായറാഴ്ച ഭക്ഷണം കഴിക്കാൻ പോലും നേരമില്ലാത്ത വിധത്തിൽ ആളുകളുടെ തിരക്കാണ്. ഈ ചെറിയ 2 ആഴ്ചയ്ക്കുള്ളിൽ 1028 പേർ ഇവിടെ ഇതിനകം സന്ദർശിക്കുകയുണ്ടായി. ഇവിടെ 3 പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ നമ്മൾ ആലോചിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം. അതായത് 4 സ്ഥലത്തേക്ക് 2 കിലോമീറ്റർ മുതൽ 8 കിലോമീറ്റർ വരെ 4 സ്ഥലത്തേക്ക് ശ്രദ്ധേയമായിട്ടുള്ള കാടിനുള്ളിലൂടെയുള്ള യാത്ര ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ട്രക്കിംഗ്. എലിഫൻറ്റ് സാഗിയിലേക്ക് 2 കിലോമീറ്റർ, നാസിക ട്രെയിലിലേക്ക് 3 കിലോമീറ്റർ, ഡാം വാലിയിലേക്ക് 6 കിലോമീറ്റർ, മൂഡൽ ഹിൽ ഹൈക്കിലേക്ക് 8 കിലോമീറ്റർ, ഇങ്ങനെ 4 ട്രക്കിംഗ് പ്രോഗ്രാമുകൾ. പോകുന്ന ടീമിനെല്ലാം ഫോറസ്റ്റ് വകുപ്പിൻ്റെ 2 പേർ അസിസ്റ്റ് ചെയ്ത് ഒപ്പം സഞ്ചരിച്ച് അത്യാവശ്യമുള്ള വെള്ളവും ബിസ്ക്കറ്റും ചായയും ഒക്കെ യാത്രാവേളയിലൊക്കെ കൊടുക്കുന്ന വിധത്തിൽ ഓരോ ടീമിനും ഫോറസ്റ്റിൽ നിന്ന് ആളുകൾ അസിസ്റ്റ് ചെയ്യാവുന്ന വിധത്തിൽ 4 ശ്രദ്ധേയമായിട്ടുള്ള ട്രക്കിംഗ് സൗകര്യങ്ങൾ ഒരു പരിപാടിയായിട്ടിടും. 2 ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ സമ്മതിച്ചതുപോലെ കുട്ടവഞ്ചി കുറച്ചുകൂടി നമുക്ക് ഇറക്കാൻ വേണ്ടി കഴിയും. ഒരു സോളാർ ബോട്ട്, ആദ്യത്തെ പരീക്ഷണം എന്ന നിലയിൽ ഒരു സോളാർ ബോട്ട് ഇവിടെ ആരംഭിക്കും. നമുക്കിപ്പോൾ ജനുവരിയിലെ പുതുവർഷത്തോടു കൂടി ആരംഭിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വളരെ വേഗതയിൽ നടപടിക്രമങ്ങൾ തീർക്കണമെന്ന് രാവിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ മിനിസ്റ്റർ നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ നവവത്സരമായി തന്നെ അതിവിടേക്ക് കിട്ടാവുന്ന വിധത്തിലുള്ള നമുക്ക് ഒരു സോളാർ ബോട്ട് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ആലോചിക്കും. അതിൻ്റെ പരിപാടി ഇവിടെ തയ്യാറാക്കുന്നേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആകർഷണമാകുന്ന വിധത്തിൽ ബാംബു റാഫ്റ്റിംഗ് അതിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുളകൾ മാത്രം വെച്ചുകൊണ്ടുള്ളൊരു ചങ്ങാടം, അത് മാമ്പാറ വെള്ളച്ചാട്ടം വരെ പോകാവുന്ന വിധത്തിൽ തയ്യാറാക്കുകയാണ്. 1-2 ചങ്ങാടങ്ങൾ കൊണ്ടുവരാൻ അത് മുള വനംവകുപ്പിൻ്റെ തന്നെ കയ്യിലുണ്ട്. പ്രാദേശിക ആളുകളെയൊക്കെ കൂട്ടി അതിന് തുഴച്ചിലിന് പ്രത്യേകം തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ഒല്ലൂർ മണ്ഡലത്തിൽ സുവോളജിക്കൽ പാർക്കിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ടൂറിസ്റ്റ് കോറിഡോർ സാധ്യമാകുമ്പോൾ ആ ടൂറിസ്റ്റ് കോറിഡോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതമായി പീച്ചിയൂടി മാറാൻ കഴിയുന്ന വിധത്തിലാണ് പരിപാടികൾ തയ്യാറാക്കുന്നത്. പൂരത്തിൻ്റെ പ്രൗഢിയും പൂരത്തിൻ്റെ പാരമ്പര്യത്തിനും ഒരു കോട്ടവും തട്ടാത്ത വിധത്തിൽ അതിഗംഭീരമായിട്ട് ഉത്സവങ്ങൾ നടക്കണം എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. അതിനെങ്ങനെയൊക്കെയാണോ ഇടപെടാൻ കഴിയുന്നത് ആ വിധത്തിൽ ഇടപെടും. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും ദേവസ്വം മന്ത്രിയും ഞാനും ചേർന്ന് ഇക്കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ ഒരു ഉന്നതതല യോഗം വിളിച്ചു കൂട്ടും. കോടതിയുടെ നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണ്. കോടതിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള പ്രശ്നമല്ല. മാത്രമല്ല കോടതിയുടെ ചില നിരീക്ഷണങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളുമുണ്ട്. എങ്ങനെയാണ് കോടതിയിൽ ഇടപെടേണ്ടത്, അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയൊക്കെയാണെന്ന് ആലോചിക്കുക. അല്ല, നിയമപരമായ കാര്യങ്ങളാണ് ആദ്യം വേണ്ടത്. ആർക്കാണ് അഭിപ്രായ വ്യത്യാസം? പെട്ടെന്ന് ബാധിക്കുന്ന ഒരു സ്ഥലങ്ങളെ കുറച്ച് സ്പേസ് ഉണ്ട്, അറിയാലോ. തൃശ്ശൂരത്തിനായിട്ടും ബാധിക്കും. പക്ഷെ 5 മാസമേ ഉള്ളൂ ഇനി അതിനകത്ത്. ഈ മാസം തന്നെ മുഖ്യമന്ത്രിതല യോഗത്തിലേക്ക് പോകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.